പൾസർ 150 എഞ്ചിന് കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം നമ്മുടെ കാറിൻ്റെ ഗിയർ സിസ്റ്റം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. 1 2 3 4 5 റിവേഴ്സ് ഗിയർ അങ്ങനെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് ആ ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ പോവുകയാണ്. അപ്പോൾ വണ്ടി ഓഫ് ആയിട്ടുണ്ട്, ഒന്നുകൂടി സ്റ്റാർട്ടാക്കാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് താമരശ്ശേരി ഐലൻഡ് ഫാമിലാണുള്ളത്. ഇവിടെ വരാനുള്ള മെയിൻ പ്രത്യേകത നമ്മൾ വണ്ടിൻ്റെ വീഡിയോസാണല്ലോ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു വണ്ടി പരിചയപ്പെടുത്താൻ പോവാണ്. നമ്മളെ പൾസർ 150 മോട്ടർ ഉപയോഗിച്ചിട്ട് ഒരു ജീപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജീപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ ജീപ്പല്ല, ലുക്കിലും ഭാവത്തിലൊക്കെ നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ജീപ്പാണിത്. ഇതിൻ്റെ ഒരു ബോഡി കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഒരു പ്രത്യേക ലുക്ക് ഉണ്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി റൈഡ് കാര്യങ്ങളൊക്കെ അങ്ങ് നടത്താം. അതുപോലെ തന്നെ ഈ ഒരു പൾസർ 150 ഉപയോഗിച്ചുള്ള മോട്ടർ ആ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൾസർ 150 എഞ്ചിന് കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസൈനിലും കാര്യത്തിലുമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ക ഒരു ജീപ്പാണ്. ജീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിൻറ്റേജ് കാറൊക്കെ അല്ലേ, വിൻറ്റേജ് ജീപ്പിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു ഭാഗം മൊത്തം റൗണ്ട് അടിക്കാൻ ഇവർ 150 ചാർജാണ് ഈടാക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നുമല്ല നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ ഒരു വണ്ടിൻ്റെ ഡിസൈന് കാര്യങ്ങളാണ്. കാരണം ഒരു ബൈക്ക് ഉപയോഗിച്ച് നല്ല അടിപൊളി സ്റ്റാരിങ്ങും കാര്യങ്ങളും ഒരു ജീപ്പ് കാറ് ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അതിൻ്റെ ഡിസൈന് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഇതിൻ്റെ ടയറാണ്. ടയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്തി ടയറും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ നോർമൽ ഡ്രമ്മ് കാര്യങ്ങളല്ല ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ ബെൽഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഡ്രമ്മ്. അതാണ് ഈ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ടയർ കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ മെയിൻ ഭംഗി കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ബാക്ക് ഭാഗത്ത് ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഒരു പക്ക ഒരു വിൻറ്റേജ് സ്റ്റൈലിലാണ് ഈ ഒരു വണ്ടി ഡിസൈൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിങ്ങൾ എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വണ്ടി ഒരൊറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓടിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെർത്തായിട്ടുള്ളൊരു സംഗതിയാണ്. സാധാരണ നമ്മളൊരു ബൈക്കിൻ്റെ മോട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് പക്ക ഒരു കാർ യൂസ് ചെയ്യുന്ന മാതിരി തന്നെയാണ്. ഈ ഒരു താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് കാര്യങ്ങൾ, അതേപോലെ തന്നെ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ആ ചാവി ഇടാനുള്ള ഒരു ഭാഗം ഇതാണ്. ഇവിടെ സാധാരണ നമ്മൾ കാർ ഓടിക്കുന്ന മാതിരി തന്നെ ഇതിപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം നമ്മൾ കാറിൻ്റെ ഗിയർ സിസ്റ്റം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. 1 2 3 4 5 റിവേഴ്സ് ഗിയർ അങ്ങനെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് ആ ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ പോവുകയാണ്. അപ്പോൾ വണ്ടി ഓഫ് ആയിട്ടുണ്ട്, ഒന്നുകൂടി സ്റ്റാർട്ടാക്കാം. ഇത് പക്ക പൾസറിൻ്റെ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നത്. അത്യാവശ്യം ഓടിക്കാനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം നോർമലി ഒരു വണ്ടിയാണെങ്കിലും പൾസറിൻ്റെ മോട്ടർ ഉപയോഗിച്ച് ചെയ്തൊരു വണ്ടിയാണെങ്കിലും അത്യാവശ്യം കൊള്ളാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഐലൻഡിൽ കയറാം. അതേപോലെ തന്നെ ഈ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയ ആളാണ് നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പുള്ളി ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെട്രോൾ വണ്ടിയാണ്, ഇലക്ട്രിക് വണ്ടിയല്ല, പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ ഒഴിച്ചിട്ട് ഓടിക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് വരുത്താനുണ്ട്. നോർമൽ ഒരു വിൻറ്റേജ് കാർ. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്.